9 മണി വാർത്ത ആരംഭിക്കുകയാണ്. നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് സഭയിൽ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. പ്രതിപക്ഷ MLA മാരുടെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട നിരാഹാരം തുടരുകയുമാണ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം ജന്മദിനം. മോദിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് BJP. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. മോദിക്ക് ജന്മദിനാശംസകൾ നേർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആശംസകൾക്ക് നന്ദി അറിയിച്ചു മോദി എക്സിൽ ട്വീറ്റ് ചെയ്തു. ഇന്ത്യയും US-ഉം തമ്മിൽ പുതിയ തലങ്ങളിലേക്ക് ബന്ധമുയർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി എക്സിൽ കുറിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് പിന്തുണയെന്നും മോദി എക്സിൽ വ്യക്തമാക്കി. 75ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി മോദിക്ക് മണൽ ചിത്രകാരൻ സുദർശൻ പട്നായിക്കിന്റെ ആദരം. ഒഡീഷയിലെ പുരി ബീച്ചിൽ തീർത്ത മണൽ ശില്പം 75 താമരപ്പൂക്കൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. മോദിക്കൊപ്പം ഇന്ത്യ കുതിക്കുന്നുവെന്ന വാചകവും കുറിച്ചിട്ടുണ്ട്. പിറന്നാളോടനുബന്ധിച്ച് ഗുജറാത്തിലെ സൂറത്തിൽ പ്രധാനമന്ത്രിയുടെ കൂറ്റൻ പോസ്റ്റർ പ്രദർശിപ്പിച്ചു. ട്രംപിന്റെ UK സന്ദർശനം തുടരുന്നു. US പ്രസിഡന്റ് ഇന്ന് പത്നി മെലാനിയുമായാണ് ലണ്ടനിലെത്തിയത്. വിൻസൻ കാസലിൽ ചാൾസ് രാജാവും രാജ്ഞി കാമിലയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നാളെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും ചർച്ചയുണ്ടാകും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ പലയിടങ്ങളിലും പ്രതിഷേധങ്ങളും ശക്തം. താരിഫ് ചർച്ചയിൽ അയഞ്ഞ് അമേരിക്ക. ഇരുഭാഗവും പോസിറ്റീവ് എന്നാണ് ചർച്ചയെ വിശേഷിപ്പിച്ചത്. അമേരിക്കയിൽ നിന്നും ചോളം വാങ്ങണമെന്ന നിർദ്ദേശവും പ്രതിനിധി സംഘം മുന്നോട്ട് വച്ചു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാക് സൈനിക മേധാവി അസീം മുനീറും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. സെപ്റ്റംബർ 25-നാണ് UN പൊതുസമ്മേളനത്തിന് ഇടയിൽ കൂടിക്കാഴ്ച എന്നാണ് സൂചന. വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ പണം ചോദിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ്. മർദ്ദനമേറ്റെന്ന് മുകേഷ് DYSPക്ക് പരാതി നൽകിയതോടെ പണം നൽകി പ്രശ്നങ്ങൾ പോലീസുകാരനായ അനന്തകൃഷ്ണനും കുടുംബവും ഒത്തുതീർപ്പാക്കിയിരുന്നു. എന്നാൽ ക്രൂരമർദ്ദനമേറ്റെന്ന പരാതിയിൽ കേസെടുക്കാൻ DYSPയും തയ്യാറായില്ലെന്നാണ് മുകേഷിന്റെ ആരോപണം. ന്യൂസ് 18 മർദ്ദന വിവരം പുറത്തു കൊണ്ടുവന്നത്. കൊല്ലം നിലമേൽ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസും ഉടൻ റദ്ദാക്കും. ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനും സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ ബസ്സുകളിൽ ഇന്ന് വിശദ പരിശോധന നടത്താനും മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. പുലിയെ പിടിക്കാൻ കൂടുവെച്ച് കാത്തിരിപ്പ് തുടർന്ന് വനംവകുപ്പ്. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിലാണ് പുലിയെ പിടിക്കാൻ വനംവകുപ്പ് കൂടുവച്ചിട്ടുള്ളത്. നേരത്തെയും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥനായെന്ന വാദം തള്ളി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി. ഇന്ത്യയുടെ വാദം അംഗീകരിക്കുന്നതും ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദം പൂർണ്ണമായും തള്ളുന്നതുമാണ് മന്ത്രി ഇഷാബ് ദറിന്റെ പ്രതികരണം. നമുക്ക് നിയമസഭയിലേക്ക് തന്നെ ആദ്യം പോകണം. നിയമസഭയിൽ പ്രതിപക്ഷ MLA-മാരായ സനീഷ് കുമാർ ജോസഫിന്റെയും AKM അഷ്റഫിന്റെയും സത്യാഗ്രഹ സമരം തുടരുകയാണ്. കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് സമരം. നടപടി ഉണ്ടാകും വരെ സത്യാഗ്രഹം തുടരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ സഭയിൽ പ്രഖ്യാപിച്ചിരുന്നത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ പേർക്ക് ബാധിച്ച സാഹചര്യം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. റൂൾ 50 നോട്ടീസായി ഇക്കാര്യം അവതരിപ്പിക്കാനാണ് നീക്കം. അരുണിലേക്ക് ആദ്യം. അരുണ്, ഈ നടപടി എന്തെങ്കിലും സൂചനകൾ പോലീസുകാർക്കെതിരെ കൂടുതലായി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ?
അഭിലാഷ്, PT കസ്റ്റഡി മർദ്ദനത്തിൽ ഇന്നലെ നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഒരു നടപടി ഉണ്ടായി. CA ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു ആഭ്യന്തര വകുപ്പ്. പക്ഷേ മറ്റ് കാര്യത്തിൽ കുന്നംകുളത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ച് നടപടി തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയത്. കുറ്റം ചെയ്ത ആരെയും വെറുതെ വിടില്ല. ഇപ്പോൾ തന്നെ നടപടി ഇതിനകം അവർക്കെതിരെ വകുപ്പ് തല നടപടി എടുത്തിട്ടുണ്ട്. അതിന് കൂടുതൽ നടപടികൾ ഇപ്പോൾ നടക്കുന്ന ഉന്നതതല അന്വേഷണത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി സഭയിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉടനടി അവർ സർവീസിൽ നിന്ന് പുറത്താക്കൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ സർക്കാർ കാത്തിരിക്കാൻ തന്നെയാകും സാധ്യത. നേരത്തെയൊക്കെ 144 ഉദ്യോഗസ്ഥരെ പല സമയങ്ങളിലായി പല കുറ്റങ്ങൾക്കൊക്കെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് നടപടി പോകണമെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ MLA-മാരുടെ സത്യാഗ്രഹം തുടരാൻ തന്നെയാണ് സാധ്യത. ഈ വെള്ളിയാഴ്ച വരെയാണ് ഈ സമ്മേളനത്തിന്റെ ഈ സെഷൻ പോകുന്നത്. അതിനുശേഷം ഒരാഴ്ച അവധിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വെള്ളിയാഴ്ച മറ്റേതെങ്കിലും തരത്തിലുള്ള സമരരൂപത്തിലേക്ക് ഇത് മാറിയ ശേഷം MLA-മാരുടെ സത്യാഗ്രഹം താൽക്കാലികമായി അവസാനിപ്പിക്കാനാകും സാധ്യത. ഏതായാലും ഇന്ന് സഭാ കവാടത്തിൽ 2 MLA-മാരുടെയും AK അഷ്റഫിന്റെയും അതുപോലെ തന്നെ സനീഷ് കുമാർ ജോസഫിന്റെയും സത്യാഗ്രഹ സമരം തുടരുകയാണ്. നേതാക്കൾ അവരെ സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ KPC അധ്യക്ഷൻ അടക്കമുള്ളവർ രാത്രി സഭയിലെത്തി ഇവരെ കണ്ടിരുന്നു. ഇന്നും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള രാവിലെ MLA-മാരെ സന്ദർശിച്ചു. സത്യാഗ്രഹ സമരം തുടരുകയാണ്. സഭയ്ക്കുള്ളിൽ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. കാരണം 2 MLA-മാർ സഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം നടത്തുമ്പോൾ സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകുന്നു. അത് പ്രതിപക്ഷത്തിന് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷം ഇന്നും ഈ വിഷയം സഭയിൽ ഉന്നയിച്ചേക്കും. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അക്കാര്യം ചൂണ്ടിക്കാട്ടും. ഇന്ന് സഭയിൽ റൂൾ 50 നോട്ടീസായി വരുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ്. വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നോട്ടീസിൽ പ്രധാനമായും പ്രതിപക്ഷം പറയുന്നത് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശി ലതാകുമാരി അടക്കം നിരവധി പേർ മരണമടഞ്ഞിട്ടും ഇത്തരം രോഗങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്താത്തത് ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധികളുണ്ട്. ഇത് വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. N. ഷംസുദ്ദീൻ, മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീനാണ് നോട്ടീസ് നൽകിയത്. ഇന്നലെ പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസ് ഈ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരുന്നു. ഈ വിഷയം വലിയ ഗൗരവമുള്ള വിഷയമാണ്, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിഷയമാണ്. അതും ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. മറ്റു വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള വിഷയങ്ങളും ഇന്ന് സഭാ സമ്മേളനം നേരെ നടന്നുപോയാൽ അവിടെ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ MLA-മാർ 2 പേരാണ് സഭയിൽ സത്യഗ്രഹ സമരം നടത്തുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ പോലീസുകാരെ പുറത്താക്കും നടപടിയെടുക്കും വരെ തുടരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിൽ സമരം ഘടിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെതിരെ ദേശീയ കമ്മിറ്റിക്കും KPCC അധ്യക്ഷനും പരാതി പ്രവാഹം. പാർട്ടി എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിയമസഭയിൽ പോയതിനെതിരെയാണ് പരാതി. ഇത് യൂത്ത് കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധ നിലപാടാണെന്നും കോൺഗ്രസ് ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ തോന്നുന്ന സമീപനമാണെന്ന് ഉള്ള പരാതിയാണ് ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികളാണ് നേതൃത്വത്തിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാന്, നേമം ഷജീറിന്റെ വരവ് അന്ന് തന്നെ നേതാക്കൾ നെറ്റിച്ചുളിപ്പിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം. ഇപ്പോൾ അത് പാർട്ടിയിൽ തന്നെ വലിയൊരു വികാരമായി മാറുകയാണോ? രഞ്ജിത്ത്, പാർട്ടി എടുത്ത നടപടിയുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഷജീർ നേമം നിയമസഭയിൽ എത്തിയതിനെതിരെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും സംഘടനയ്ക്കുള്ളിൽ നിന്നും വലിയ വിമർശനം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം KPCC ഭാരവാഹി യോഗത്തിലടക്കം പ്രതിനിധികൾ ഇതിന്റെ വലിയ തരത്തിൽ അറിയിക്കുന്നു. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹി ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. നേമം ഷജീർ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയുടെ ആദ്യ ദിവസം സഭയിലെത്തിയപ്പോൾ നേമം ഷജീറിന്റെ സാന്നിധ്യം ഒപ്പം ഉണ്ടായിരുന്നു. അതാണ് വിമർശന വിധേയമായത്. പാർട്ടി പുറത്താക്കിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ശക്തമായ നടപടി വേണം എന്ന് കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് പാർട്ടിയിൽ തന്നെ. അവിടെയാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇദ്ദേഹത്തിനൊപ്പം പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമായി പാർട്ടിയുടെ ഒരു വലിയ വിഭാഗം കാണുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്.
നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. പുലിപ്പേടി മാറാതെ മലപ്പുറം ബണ്ടാർമല. തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയെ കണ്ടതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. ഇന്നലെ പുലിയെ പിടികൂടാത്തതിൽ നാട്ടുകാർ റോഡ് ഉപരോധമടക്കം സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെ രാത്രി 9:30 പ്രദേശത്ത് പുലി നടന്നു പോകുന്നതിന്റെ ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഇതിനിടെ ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിൽ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ മേലാറ്റൂർ പോലീസ് കേസെടുത്തു. പുലിക്കായി ഇവിടെ വനവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. CB അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനുമോദ്, ഇന്നലെ കൂട് സ്ഥാപിച്ചിരുന്നു. പുലിയെ പിടിക്കാനുള്ള ഊർജിതമായ ശ്രമമുണ്ട്. പക്ഷേ ഇന്നലേക്ക് ശേഷം പുലിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്നുള്ളതാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഇന്നലെ വലിയ പ്രതിഷേധമാണ് മണ്ണാർമലയിൽ. ഈ പുലിയെ പിടികൂടുന്നതിൽ ഒരു വീഴ്ച വരുത്തുന്നു അല്ലെങ്കിൽ അലംഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ നടത്തിയിരുന്നത്. നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് വന്ന വിവരം, ഇന്നലെ പ്രതിഷേധിച്ച 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മേലാറ്റൂർ പോലീസാണ് കേസെടുത്തത്. കണ്ടാലറിയുന്ന 30ഓളം പേർക്കാണ് കേസെടുത്തിട്ട് പോലീസുമായിട്ട് ഒന്നും ഉണ്ടായിരുന്നു. അതിനപ്പുറം ഇന്നലെ രാത്രി വീണ്ടും പുലിയുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു എന്നുള്ളതാണ് ആശങ്ക കൂട്ടുന്ന മറ്റൊരു കാര്യം. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് പുലി ആ പാറയുടെ മുകളിൽ നിന്ന് നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ. പ്രത്യേകിച്ച് ആ രാത്രിയിലെ ദൃശ്യങ്ങളിൽ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വെളിച്ചം വരെ കാണുന്നുണ്ട്. അതായത് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സമയത്താണ് പുലി അതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ അർദ്ധരാത്രിയൊന്നുമല്ല, ജനങ്ങളൊക്കെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് പോലും പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. നമ്മളൊപ്പം മണ്ണാർമല നിവാസികളൊക്കെ ചേരുന്നുണ്ട്. ഇന്നലത്തെ ദൃശ്യങ്ങൾ കുറെ കൂടി ആശങ്ക നൽകുന്നതാണ്. അതിൻ്റെ സമയം അല്ലേ? അതായത് ആ ഒരു വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്, വാഹനങ്ങൾ തിങ്ങി അതുവഴി പോകുന്ന സമയത്താണ്. 9 മണി 9:15 പുലി വന്നിട്ടുള്ളത്. ഞങ്ങളിത് നിരന്തരം ആവശ്യപ്പെടുന്നത്, ഇതിൻ്റെ ആശങ്കയും ഇതാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് കാണിക്കുകയും ഉദ്യോഗസ്ഥർക്കൊക്കെ ഞങ്ങൾ നിരന്തരം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇന്നലെ പൊറുതി മുട്ടിയിട്ട് ഞങ്ങളൊരു 2-3 വർഷത്തോളമായിട്ട് ഉന്നയിക്കുന്ന വിഷയത്തിന് യാതൊരു തീർപ്പും കൽപ്പിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ജനകീയ സമരം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. അപ്പോൾ അതിലിപ്പോൾ അറിയാൻ കഴിഞ്ഞത് വാർത്താമാധ്യമങ്ങളുടെ ഔദ്യോഗികമായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടില്ലെങ്കിലും വാർത്താമാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് 50ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ആവേശം പിന്നെ ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിനല്ല, പ്രതികരിച്ച് ജനങ്ങൾക്കെതിരെ കേസെടുക്കുന്ന അതേ ആവേശത്തിൽ ഈ പുലിയെ പിടിക്കാനുള്ള നടപടി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് അറിയിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്, ഇത്തരത്തിലുള്ളൊരു കേസ് കൊണ്ട് ഈ ഒരു സമരത്തെ ഒതുക്കാമെന്നുള്ളത് ആരും തന്നെ വിചാരിക്കേണ്ട. അടുത്ത സമരം പോലീസ് ഓഫീസിലേക്കുള്ള മാർച്ചും ധർണയും ഞങ്ങൾ സംഘടിപ്പിക്കും. കാരണം ന്യായമായൊരു വിഷയത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകളെ, അതിൽ പോയ വഴിയാത്രക്കാരെയും അതല്ലെങ്കിൽ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് പേര് വിവരങ്ങൾ നൽകുന്ന രീതിയിലേക്കാണ് പോലീസ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ കരുതിയിരുന്നുള്ളൂ. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന റോഡാണിത്. ദിനേന നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഞങ്ങൾക്കൊരു കോൾ വരും. കാരണം ഇതിൽ പോകുമ്പോൾ ഒരു പുലിയുടെ ശല്യം മാത്രമല്ല, വന്യജീവികൾ നിരന്തരമായിട്ട് പന്നി പോലത്തെ മൃഗങ്ങൾ വാഹനം തട്ടിക്കൊണ്ട് നടു റോഡിൽ പിടഞ്ഞ് വീണിട്ട് ഈ ഇവിടുത്തെ ആദ്യം എത്തിപ്പെടുന്ന ജനങ്ങളാണ് ഞങ്ങളാണ് ഇവിടുന്ന് ഇത് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ വിളി ഞങ്ങൾക്ക് വരും. ആ സമയത്ത് ഞങ്ങളിത് പുഞ്ചിരിച്ചുകൊണ്ട് ഇതിനെ അവഗണിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളും. ഇത്തരത്തിലുള്ള വിളി വന്നു കഴിഞ്ഞാൽ മാത്രമല്ല, ഞങ്ങളെപ്പോലത്തെ ഈ ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങിയ ആളുകളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾക്കെതിരെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും. കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാത്തിരിക്കുമ്പോൾ ഇവിടെ റോഡിൽ ഈ ഒരു ഇത്തരത്തിലുള്ള മൃഗങ്ങൾ പിടഞ്ഞു വീണ് നിങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾ പുഞ്ചിരിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളും. കേസെടുത്തതല്ലാതെ നിങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും സമീപനം ഏതെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായോ? കൂട് സ്ഥാപിക്കാവുന്നോ, എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തുന്നോ, അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ? കൃത്യമായിട്ടൊരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ ഞങ്ങൾ കളക്ടർ മുഖാന്തരം ബഹുമാനപ്പെട്ട കളക്ടറെ പോയി കണ്ടപ്പോൾ കളക്ടർ അവിടുന്ന് DFOക്ക് വിളിച്ചിരുന്നു. പക്ഷേ എങ്കിൽ DFO ഇന്നലെ ഹൈക്കോടതിയിലായതുകൊണ്ട് കൂടുതലുമായിട്ടുള്ള വിവരമൊന്നും ലഭ്യമായിട്ടില്ല. നാളെ പഞ്ചായത്തിൽ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇവിടേക്ക് വെട്ടത്തൂർ പഞ്ചായത്തിലേക്ക് വരുന്നത്. അതെ, റേഞ്ച് ഓഫീസറും മറ്റു വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കൂടിയിട്ട് നാളെ യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പിടിക്കുന്ന കാര്യത്തിൽ നാളെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമെന്ന് വിചാരിക്കുക അല്ലേ? എന്ത് നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ? അതെ, ആ ഒരു നടപടിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഇത് നിരന്തരം ഉന്നയിക്കുന്ന വിഷയമാണ്. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരേ രീതിയിലുള്ള സമീപനം അവർ ഇനിയും ഇതിന് ചെയ്തുകൂടാ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. പക്ഷേ ഇവിടെ ആളുകളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണല്ലോ. ഇവിടെയൊക്കെ പലരും നമ്മൾ ഇന്നലെ പ്രതിഷേധിച്ച ആളുകളും ഇന്നലെ പ്രതിഷേധിക്കാത്ത ആളുകളുണ്ട്. നമുക്ക് എന്താ തോന്നുന്നത്? ഓരോ ദിവസവും കുട്ടികളെടുത്ത് വിടണം. കാരണം ഈ കുട്ടികളൊക്കെയാണ് സത്യത്തിൽ ഈ ഒരു പുലിപ്പേടിയിൽ അവരുടെ എങ്ങനെ അവർ പഠനമൊക്കെ ബാധിച്ചിട്ടുണ്ടോ, മദ്രസ പോക്കും. എന്താണ് മക്കളെ?
നിങ്ങളെ നാട് നിറച്ചപ്പോൾ എല്ലാവർക്കും പേടിയാണ്, പുലിപ്പേടിയിലാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പോഴൊക്കെ പേടിയുണ്ടോ? സ്കൂളിലും മദ്രസിലൊക്കെ പോകുമ്പോൾ നല്ല പേടിയുണ്ട്. രാവിലെയാണ് നേരത്തെ സുബൈക്ക് പോകേണ്ടി വരും മദ്രസില്. അപ്പോൾ സുബൈക്കൊക്കെ പോകുമ്പോൾ പേടിയാണ്. നിങ്ങൾ അപ്പയ്മൊക്കെ എന്താ പറയാ, അതുവരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയോ, അതോ വരണ്ടെന്നൊക്കെ പറയോ? ഞങ്ങള് പിന്നെ മദ്രസ വിടുമ്പോ ഇപ്പൊ കൊണ്ടുവരാൻ വരലാണ്. അപ്പൊ അങ്ങനെ പോവും. പിന്നെ മദ്രസക്ക് പോകുമ്പോ ഇപ്പൊ ആക്കി തരലും അങ്ങനെ. എപ്പോഴും ആരെങ്കിലും ഒപ്പം ഉണ്ടാവും അല്ലേ? നിങ്ങളൊക്കെ കാണുന്നുണ്ടോ അതിന്റെ CCTV-യിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു നിങ്ങൾ? പുലിനെ പേടിയായോ? നല്ല പേടിയാണ്ട്. പേടിയാണല്ലേ? എന്റെ വീടിന്റെ അടുത്താണ് കണ്ടത്. അപ്പൊ നമുക്ക് എന്താ വേണ്ട, എത്രയും പെട്ടെന്ന് പിടിക്കണം അല്ലേ? എന്താണ് മക്കൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്കിപ്പോ ഈ രാവിലെ മദ്രസക്ക് പോകാനും സ്കൂൾക്ക് പോകാനും നേരകുളത്തിൽ ഒരു പേടിയാണ്. ഇപ്പൊ രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ നേരകുളത്തൊരു സ്വസ്ഥതയുള്ള ഈ പുലിയാല ശള്ളി ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ആ UP സ്കൂളിൽ കളിക്കാൻ പോവുകയാണെങ്കിലും ഇപ്പൊ ആ രാത്രി വരുമ്പോ പുലിനെ പേടിച്ചിട്ട് എന്തോ ഒരു പേടിയാണ്. പുലിനെ പേടിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഇറങ്ങി നടക്കല സ്വസ്ഥത പാടില്ല. ഞങ്ങൾക്ക് എന്താ ഈ നാട്ടിലെന്താ നിക്കലൊരു അനുവാദം ഇല്ല ഇതില്. എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം ബുദ്ധിമുട്ടിലാവും അല്ലേ? ബുദ്ധിമുട്ടും. ഇതിപ്പോ സത്യത്തില് ആളുകളൊക്കെ ബാധിക്കുന്ന, ജോലിയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് പറയുന്നുണ്ടല്ലേ? രാത്രിയൊക്കെ ഇപ്പോൾ അതിൽ പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പേടിയാണ്. കാരണം പിന്നെ നമ്മൾ ഒരു ട്രിപ്പ് വിളിക്കണോ അല്ല അതിൽ പോരണ്ടാന്ന് പറയാം. നമ്മൾ ട്രിപ്പ് അടക്കം ക്യാൻസലാകണം ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ. എല്ലാവർക്കും പേടിയാണ്. കാരണം രാവിലെയൊക്കെ കുട്ടികളെ മദ്രസക്ക് വിടാൻ തന്നെ പേടിയായിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ പ്രതിഷേധിക്കാൻ നമുക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഇത് എന്ത് ന്യായം നമുക്ക് മനസ്സിലാകണില്ല. കാരണം നമ്മളെ ജീവന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഇത്ര പെടാപാട് പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും വ്യക്തതയോടെ ഈ പുലിയുടെ ദൃശ്യങ്ങളൊക്കെ മറ്റെവിടെയും ഇത്രയും തുടർച്ചയായ ദിവസം പതിഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ? എന്നിട്ട് പോലും ഇതിലൊരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇന്നലത്തെ പ്രതിഷേധത്തിന്റെ ബാക്കിയായിട്ട് വീണ്ടും പ്രതിഷേധത്തിന് ഇറങ്ങേണ്ട അവസ്ഥയ്ക്ക് എത്തുകയാണോ കാര്യങ്ങൾ? അല്ലേ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇന്നലെ ചെറിയൊരു പ്രതിഷേധം നടന്നപ്പോൾ തന്നെ 50 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 100 ആയാലും 1000 ആയാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പുലിയെ പിടിക്കാനുള്ള അവസ്ഥ എങ്ങനെയും സ്വീകരിക്കണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നിട്ട് അതാണ് ഈ പ്രദേശവാസികൾക്കൊക്കെ പറയാനുള്ളത്. നാളെ നിർണായകമായ യോഗം വെട്ടത്തൂർ പഞ്ചായത്തിൽ ചേരുന്നുണ്ട്. റേഞ്ച് ഓഫീസർ അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെ ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി എടുക്കും എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ഉള്ള നടപടികൾ നാളത്തെ യോഗത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. ഒപ്പം തന്നെ പോലീസിൻ്റെ നടപടി, സ്വാഭാവികമായിട്ടും പോലീസ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന നടപടി എന്നാണ് പോലീസിൻ്റെ ഭാഗമൊക്കെ വിശദീകരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി, അവരുടെ ജീവൻ്റെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്തത് എന്ന വലിയ ഒരു വിഷമവും ഈ പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഹൈദർ ഇവിടുത്തെ മെമ്പർ കൂടിയാണ്. നാളെ നിയമസഭയിൽ ഈ നമ്മൾ വന്യജീവികൾക്കെതിരെ വെടിവെച്ച് കൊല്ലാവുന്ന ആ ബില്ലിൻ്റെ ചർച്ചയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തും അത്തരം ബില്ലുകളൊക്കെ പാസ്സാകുന്നത് നിങ്ങളെപ്പോലുള്ളവർക്ക് വലിയൊരു ആശ്വാസമുള്ള കാര്യമല്ലേ? അതെ, അത്തരത്തിലുള്ളൊരു ആശ്വാസകരമായിട്ടുള്ളൊരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. കാരണം ആ ഒരു പരിപാടി, 2 പരിപാടിക്ക് ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഈ ലഘൂകരണ പരിപാടിയിൽ 2 പ്രാവശ്യം ഞാൻ പങ്കെടുത്താണ്. അപ്പോൾ ഞങ്ങളെ കാര്യങ്ങൾ ഇതേ രീതിയിൽ കേരളത്തിൽ എല്ലാ ഭാഗത്തുള്ള പ്രശ്നങ്ങളെ കൊണ്ടുള്ളൊരു കൂമ്പാരമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേരളം എടുക്കുന്ന ഒരു തീരുമാനം അത് കേന്ദ്രം കൂടി അംഗീകരിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ളൊരു ആശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. തീർച്ചയായും രഞ്ജിത്ത്, അതാണ് നമ്മൾ ഈ വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടുന്ന എല്ലാ നാട്ടുകാർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ബില്ല് കൂടിയാണ് നാളെ നിയമസഭയിലേക്ക് വരാൻ പോകുന്നത്, നിയമസഭ ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ബില്ലിനെ സംബന്ധിച്ച് മാത്രമല്ല, മണ്ണാർമല നിവാസികളെ സംബന്ധിച്ച് ആ പുലിയെ, അവരുടെ നാടിനെ മുഴുവൻ പേടിപ്പെടുത്തുന്ന ആ പുലിയെ പിടികൂടാനുള്ള തീരുമാനത്തിൽ നാളെ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും ഇവർ പങ്കുവയ്ക്കുകയാണ്. രഞ്ജിത്ത്, CB അനുമോദാണ് അവിടെ ജനങ്ങൾക്കൊപ്പം ചേർന്നത്. ഇന്നും അവർ സമരരംഗത്താണ്. പുലിയെ പിടിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്.
സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിലൂടെ സർക്കാർ ആശുപത്രികളിൽ സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ ഹൃദ്രോഗ ചികിത്സകൾ പ്രതിസന്ധിയിൽ. 2 ആഴ്ചയായി വിതരണം നിലച്ചിട്ട് വിതരണ കമ്പനികൾക്ക് നൽകാനുള്ള 1.5 കോടിയിലധികം കുടിശ്ശിക നൽകാത്തോടെയാണ് ഈ മാസം ആദ്യം മുതൽ സ്റ്റെന്റ് വിതരണം നിർത്തിവെച്ചത് എന്നാണ് വിവരം. ഇതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അടക്കം ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സ്ഥിതിയാണ്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സാരംഗ്, 1.5 കോടിയാണ് കുടിശ്ശിക. നേരത്തെ നമുക്കറിയാം ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം ചെറുതല്ല. അന്ന് മുഖ്യമന്ത്രിയൊക്കെ അതിനെ വളരെ ലഘൂകരിച്ച് കണ്ടതാണ്. ഇപ്പോൾ പുതിയ പ്രതിസന്ധി പുറത്തു വരികയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രഞ്ജിത്ത്, ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കാൻ ആരംഭിച്ചിട്ട് കുറച്ചധികം നാളുകളായി. കാരണം ഈ ഒരു സ്റ്റെന്റ് വിതരണം നടക്കുമ്പോൾ, അതായത് ഈ ഒരു സ്റ്റെന്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഇത് കൺസൈൻമെന്റ് രീതിയിലാണ് സർക്കാർ ആശുപത്രികളിൽ ഇത്തരം സ്റ്റെന്റുകൾ വിതരണം ചെയ്യുന്നത്. അതായത് സ്റ്റെന്റുകൾ ഈ ഒരു വേണ്ട സൈസുകളിലുള്ള സ്റ്റെന്റുകൾ ഈ ആശുപത്രികളിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ഇത് രോഗികൾക്ക് ഉപയോഗിച്ച ശേഷം അത് ഇൻഷുറൻസ് തുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നും ഇൻഷുറൻസ് തുക അനുവദിച്ച് കിട്ടുന്ന മുറയ്ക്ക് ഈ വിതരണ കമ്പനികൾക്ക് നൽകുന്ന ഒരു രീതിയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലൊക്കെ പിന്തുടർന്ന് വരുന്നത്. പക്ഷേ ഈ ഒരു ഇൻഷുറൻസ് തുകയെ അനുവദിച്ചു വരുന്നതിലുള്ള കാലതാമസമാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെന്റ് വിതരണക്കാർക്ക് ഇങ്ങനെ പണം നൽകാനുള്ള ഒരു കാലതാമസം നേരിടുന്നത്. കേരളത്തിൽ മൊത്തമായി 150 കോടിയിലധികം രൂപയാണ് അതായത് എല്ലാ സ്റ്റെന്റ് വിതരണ കമ്പനികൾക്കും നൽകാനുള്ളത് മൊത്തത്തിൽ. അതായത് ജില്ലാ ആശുപത്രിയിലും ഇപ്പോൾ സർക്കാർ ജില്ലാ ആശുപത്രിയിലടക്കം കാത്ത് ലാബ് സൗകര്യമുണ്ട്. മാത്രമല്ല മെഡിക്കൽ കോളേജുകളിലും ഇത്തരത്തിലുള്ള ഹൃദ്രോഗ ചികിത്സകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം നടക്കുന്ന ചികിത്സകളുടെയും തുക, ഇൻഷുറൻസ് തുകകൾ ഈ ആശുപത്രികൾക്ക് ഇത്തരത്തിൽ സർക്കാർ നൽകുന്നില്ല. അതിന്റെ ഭാഗമായാണ് ഈ സർക്കാർ ആശുപത്രികൾക്ക് വിതരണ കമ്പനികൾക്ക് ഇങ്ങനെ തുക നൽകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നത്. മാത്രമല്ല ഈ ഒരു 2 ആഴ്ചയോളമായി ഈ ഒരു സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ നിലവിൽ കൺസൈൻമെന്റ് പ്രകാരം ഈ ഒരു ആശുപത്രികളിലുള്ള സ്റ്റെന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സ്റ്റോക്ക് തീരുന്നതോടുകൂടി ചികിത്സകൾ പൂർണ്ണമായും മുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഇത് നമുക്കറിയാം, സർക്കാർ ആശുപത്രികളിലൊക്കെ ഹൃദ്രോഗ ചികിത്സ ദിവസം വളരെയധികം നമ്പറുകൾ ഉണ്ടാവും. ഒരു മാസം 300-ലധികം ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്ന സർക്കാർ ആശുപത്രികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപകമായുള്ള ഒരു സ്റ്റെന്റ് വിതരണം നിലയ്ക്കുന്നതോടുകൂടി ഹൃദ്രോഗ ചികിത്സ, അതായത് സാധാരണക്കാർ ഇത്തരത്തിൽ ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം ചെറിയൊരു തുകയ്ക്ക് ഈ ഒരു 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ആൻജിയോപ്ലാസ്റ്റിക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചിലവാക്കേണ്ടി വരുന്നത്. പക്ഷേ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ വളരെ ചെറിയൊരു തുക മാത്രമേ ചിലവാക്കേണ്ടിയിരിക്കുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെന്റ് വിതരണം മുടങ്ങുന്നതോടുകൂടി ഈ ചികിത്സ പൂർണ്ണമായും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഇത്തരത്തിലൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടി സൂപ്രണ്ടിനടക്കം കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം നിലവിലെ സാഹചര്യം സമാനം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡോക്ടർമാരുടെ ഒരു പരിചയത്തിന്റെ പുറത്തും ഈ ഒരു വർഷങ്ങളായി ഈ ഒരു സ്റ്റെന്റ് വിതരണം നടത്തുന്ന ഒരു പരിചയത്തിന്റെ പുറത്തടക്കം ചെറിയ രീതിയിൽ ഇതിന് മുൻപടക്കം ഈ സ്റ്റെന്റ് വിതരണക്കാർ ഈ സ്റ്റെന്റുകൾ ചെറിയ രീതിയിലൊക്കെ നൽകിയിരുന്നു. പക്ഷേ നിലവിലെ അവർക്ക് അത്തരത്തിലൊരു നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്ക് വരുന്നത്. കാരണം ഈ ഒരു പുറമേ നടക്കം ഇറക്കുമതി ചെയ്യുന്ന സ്റ്റെന്റുകൾ, ഉയർന്ന ക്വാളിറ്റിയുള്ള സ്റ്റെന്റുകളാണ് സർക്കാർ ആശുപത്രികൾ രോഗികൾക്ക് നൽകുന്നത്. പക്ഷേ അത് ഈ ഒരു തുക നൽകാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതോടുകൂടി ഈ ഒരു ചികിത്സ പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലെയും സാഹചര്യം അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. രഞ്ജിത്ത്, അതാണ് ഇപ്പോൾ 150 കോടി രൂപയുടെ കുടിശ്ശികയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഈ കമ്പനികൾക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ്. ഒരാഴ്ചയായി സ്റ്റെന്റ് വിതരണം നിലച്ചിട്ട് എന്നുള്ള വിവരം കൂടി വളരെ ഗൗരവതരമായുള്ള രീതിയിൽ പുറത്തു വരുന്നുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. പ്രതിപക്ഷം സ്വാഭാവികമായും ഈ വിഷയം സഭയിൽ ഉന്നയിക്കുകയും ചെയ്യും. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാളാണ്. 75ാം വയസ്സിലേക്ക് കടക്കുകയാണ് മോദി. രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തിയ ഇന്ത്യയുടെ സ്വന്തം ബ്രാൻഡാണ് നമോ.
വികസിത ഭാരതം എന്ന ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതികൾ പലതും ചരിത്രത്തിൽ കൂടി ഇടം പിടിക്കുകയാണ്. US ബിസിനസ് ഇന്റലിജൻസ് കമ്പനിയായ മോർണിംഗ് കൺസൾട്ട് തുടർച്ചയായി 2 വർഷം ഒരു സർവേ നടത്തി. അവരുടെ ലക്ഷ്യം ഗ്ലോബൽ ലീഡർ, അതായത് ആഗോളതലത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള, ഏറ്റവും അധികം ഇഷ്ടക്കാരുള്ള നേതാവ് ആരാണ് എന്നത് കണ്ടുപിടിക്കുകയായിരുന്നു. ഈ സർവേ പ്രകാരം ഈ 2 വർഷവും 76% അംഗീകാര റേറ്റിംഗുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിയാണ് ജനപ്രിയ ആഗോള നേതാവായി ഉയർന്നു വന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ഉയർന്ന അംഗീകാര റേറ്റിംഗുള്ള ലോക നേതാവാകുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ഇന്ത്യൻ ജനതയ്ക്ക് ഇത്രയധികം ഇഷ്ടപ്പെടുകയും എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുവേണ്ടി എന്താണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്തത്? ഒരുപാട് പ്രധാനമന്ത്രിമാരെ കണ്ട രാജ്യമാണ്. ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് അനവധി പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ ജനങ്ങളുടെ ഹൃദയം കവർന്നവരുണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ ഒരു പടി മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്ന പശ്ചാത്തലം എങ്ങനെ ഒരുങ്ങുന്നു? 2014 മുൻപ് 350 ആയിരുന്ന സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ഏതാണ്ട് 1 ലക്ഷമാക്കി അദ്ദേഹം വളർത്തിയെടുത്തു. ഇന്ത്യയുടെ റോഡ് ശൃംഖല 6.7 ദശലക്ഷം കിലോമീറ്ററായി ഉയർന്നു. അതായത് ലോകത്ത് 2ാം സ്ഥാനത്താണ് USA പിന്നിൽ ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2014 10ാം സ്ഥാനത്ത് നിന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം മാറ്റുന്നു. മറ്റു രാജ്യങ്ങളുമായി ശക്തമായ വിദേശ നയങ്ങൾ വികസിപ്പിക്കുന്നു. അവർക്കിടയിൽ സൗഹൃദം വളർത്തിയെടുക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. പ്രതിരോധ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം. സൈന്യത്തിൻ്റെ മനോവീര്യം വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ബലാക്കോട്ട് ആക്രമണം, ഉറി ആക്രമണം, ഭീകരത ഇല്ലാതാക്കൽ, അങ്ങനെ ജമ്മു കാശ്മീരിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ എല്ലാ മേഖലകളിലും രാജ്യത്തിൻ്റെ സമഗ്ര വികസനം കൊണ്ടുവന്ന പ്രധാനമന്ത്രി എന്ന് വലിയ തോതിലുള്ള പ്രശംസ നേടുന്ന ഒരു പശ്ചാത്തലം. രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെ ആർക്കും എതിർക്കാം, അദ്ദേഹത്തിൻ്റെ നയങ്ങളെ എതിർക്കാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ എതിർക്കാം. പക്ഷേ മോദി എന്ന വ്യക്തി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യക്ക് സംഭാവന ചെയ്ത പലവിധ കാര്യങ്ങൾ, അതെങ്ങനെ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നമുക്ക് അന്തസ്സോടെ നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട് എന്ന് പറയാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ചരിത്രമാണ്. എടുത്തു പറയാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ നമ്മളെ നിലനിൽക്കാൻ പഠിപ്പിച്ച പ്രധാനമന്ത്രി, സ്വച്ഛ് അഭിയാനിലൂടെ വൃത്തി എന്ത് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയ പ്രധാനമന്ത്രി, $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിൻ്റെ നട്ടൽ ഉയർത്തിയ പ്രധാനമന്ത്രി, കോവിഡുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ പകച്ചപ്പോൾ അന്തസ്സോടെ ആർജവത്തോടെ നമ്മെ നയിച്ച പ്രധാനമന്ത്രി, കശ്മീരിനെ പൂർണ്ണമായും മാറ്റിമറിച്ച 370 റദ്ദാക്കൽ, രാം മന്ദിർ, വന്ദേ ഭാരത്, റോഡ് വികസനം, ബുള്ളറ്റ് ട്രെയിനിലൂടെ ഇന്ത്യൻ റെയിൽവേ നേടിയെടുക്കാൻ പോകുന്ന അമ്പരപ്പിക്കുന്ന മാറ്റം, ഇതൊക്കെയാണ് നരേന്ദ്രമോദിയെ വ്യത്യസ്തനായ ലോക നേതാവായി ഉയർത്തുന്നത്. ഇന്ത്യയിലെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങളുടെ മനം കവരുന്ന നേതാവായി മാറ്റുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ മോദിക്ക് അങ്ങനെ ആരാധക വൃന്ദമേറുന്നു. മോദി അല്ലാതെ മറ്റാര് എന്ന ചോദ്യം ഉയരുന്നു. മോദി മാറിയാൽ എന്ത് സംഭവിക്കും ഇന്ത്യക്ക് എന്ന ആശങ്ക പല കോണുകളിലും ഉയർന്ന പശ്ചാത്തലം. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുന്ന പശ്ചാത്തലത്തിൽ പല കോണുകളിൽ നിന്നും ഇത്തരം അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഏകണ്ഠമായി മോദിയെ സ്നേഹിക്കുന്നവർ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഒരുമിച്ച് പറയുകയാണ്, മോദിയല്ലാതെ മറ്റൊരാളെ ഈ പ്രധാനമന്ത്രി പദത്തിൽ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയായി 4078 ദിവസം പൂർത്തിയാക്കിയപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന 2ാമത്തെ വ്യക്തിയായി മോദി മാറിയത്. നരേന്ദ്രമോദിയുടെ പേരിൽ മറ്റു ചില റെക്കോർഡുകളുമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ഒരേ ഒരു പ്രധാനമന്ത്രി, ദീർഘനാൾ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച കോൺഗ്രസ് പാർട്ടിയല്ലാത്ത പ്രധാനമന്ത്രി, ഹിന്ദി ഭാഷയല്ലാത്ത സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച നേതാവ്. 1971 ഇന്ദിരാഗാന്ധിക്ക് ശേഷം കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുന്ന ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രി. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഇപ്പോഴെന്താ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുന്നു. 3ാം തവണ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സീറ്റെണ്ണത്തിലൊക്കെ അല്പം കുറവ് വന്നുവെങ്കിലും, ഒരു കൊയലേഷൻ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിലും മോദി തന്നെയാണ് ഏറ്റവും പ്രധാന വ്യക്തി. സഖ്യകക്ഷികൾ, കൂടെയുള്ളവർ, ഭരണത്തെ താങ്ങി നിർത്തുന്നവർക്കൊക്കെ മോദിയെ ചോദ്യം ചെയ്യാൻ പോലും സാധിക്കില്ല.
അത്രത്തോളം വലിയ ലോക നേതാവായി അദ്ദേഹം വളർന്നു കഴിഞ്ഞു. യാതൊരു അസ്വാരസ്യങ്ങളുമില്ലാതെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി തൻ്റെ കൃത്യമായ മേൽനോട്ടത്തിൽ മോദി ഇന്ത്യ ഭരിക്കുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ടോ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടോ അഴിമതിയുടെ ഒരു ചെറിയ കറ പോലും പുരണ്ടില്ല കഴിഞ്ഞ 3 ടേമുകളിലും. 12.5 വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ശേഷമാണ് നമുക്കറിയാം മോദി ഇന്ത്യയുടെ അമരത്തേക്ക് വരുന്നത്. 2001 മുതൽ 2014 വരെയുള്ള കാലത്ത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവായി തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഒരേ ഒരു പ്രധാനമന്ത്രിമാരിലും മുഖ്യമന്ത്രിമാരിലും ഒരു പാർട്ടിയുടെ നേതാവ് നിലയിൽ തുടർച്ചയായ 6 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഇന്ത്യയിലെ ഏക നേതാവ് കൂടിയായി മോദി മാറുകയാണ്. ചായക്കടക്കാരനായ പിതാവ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സഹായിക്കാനായി ചായ വിൽക്കുന്ന ബാലനിൽ നിന്ന് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ലോക നേതാവായി വളർന്ന മോദിയുടെ ചരിത്രം അത് വലിയ അത്ഭുതകരമാണ്. അത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. അത് കാലത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതി വെക്കുമെന്നത് തീർച്ച. ഇതിനിടയിലാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നത്. 75 വയസ്സ് തികഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് വിരമിക്കുമോ എന്ന ചോദ്യം അത് നമുക്കറിയാം RSS മേധാവി ശ്രീ മോഹൻ ഭാഗവത്തിൻ്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയായത്. പക്ഷേ അദ്ദേഹം തന്നെ പിന്നീട് തിരുത്തുകയാണ്. നരേന്ദ്രമോദി വിരമിക്കണമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. താനും വിരമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മോഹൻ ഭഗവത് പറയുമ്പോൾ ഒരു വ്യക്തി എന്നത് അത് പ്രായവുമായി ബന്ധപ്പെട്ടല്ല, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും മോദിക്ക് വഴങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. എത്ര കടുംപിടുത്തക്കാരനെ പോലും അർഹിക്കുന്ന പരിഗണന മാത്രം നൽകി അകറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ വരുതിക്ക് വരുത്താനുള്ള മോദിയുടെ അസാധാരണമായ പാടവം അത് അമേരിക്കൻ പ്രസിഡന്റിനെ, ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ പോലും അമ്പരപ്പിക്കുകയും അദ്ദേഹത്തെ തൻ്റെ വരുതിക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ പശ്ചാത്തലം അതാണ്. 2024 തെരഞ്ഞെടുപ്പ് ഫലം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ BJPക്ക് ആയില്ല എങ്കിൽ പോലും ആ ഭരണം മുന്നോട്ട് പോകണമെങ്കിൽ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ദയാദാക്ഷിണ്യം വേണമെന്ന നിലയിലെത്തി എങ്കിൽ പോലും ആദ്യ 2 ടേമുകളിലും മോദി സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള ഭരണം കാഴ്ചവെച്ചോ അതൊരു പക്ഷേ 3ാം ടേമിൽ ഉണ്ടാവില്ല എന്ന് എതിരാളികൾ പറഞ്ഞിരുന്നു. നേരത്തെ അത്തരത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ വഖഫ് ഭേദഗതി ബില്ലോടെ മോദി അത് ആ ഒരു രീതി മാറ്റി. തൻ്റെ നിശ്ചിതാർത്ഥത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി മോദി പറഞ്ഞു വെക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആധുനിക കാലത്തിനൊപ്പം വളരാൻ മോദി എന്ന ജനനേതാവിന് സാധിച്ചിരിക്കുന്നു. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വരിക്കാറുള്ള ലോക നേതാവാണ് നരേന്ദ്രമോദി. 3 കോടി കവിഞ്ഞു മോദിയുടെ യൂട്യൂബ് വരിക്കാരുടെ എണ്ണം എന്ന് മനസ്സിലാക്കണം. എക്സിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. 2ാം സ്ഥാനത്തുള്ള മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ബോൾസനാരോയ്ക്ക് മോദിയുടെ 1/3 താഴെ വരിക്കാരേ ഉള്ളൂ. 64 ലക്ഷം വരിക്കാർ മാത്രമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നതുകൂടി ചേർത്ത് വെക്കണം. അത്തരത്തിൽ എല്ലാ മേഖലകളിലും വികസനത്തിൻ്റെ കാര്യത്തിലായാലും പ്രതിരോധ രംഗത്തായാലും ജനപ്രീതിയുടെ കാര്യത്തിലായാലും രാജ്യത്തെ പട്ടിണി മാറ്റുന്ന കാര്യത്തിലായാലും രാജ്യത്തിൻ്റെ വൃത്തി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും അടിസ്ഥാന മേഖലകളിലുള്ള വലിയ വ്യത്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യയെ ബഹുദൂരം മുന്നിലെത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മോദിക്ക് പകരം ഒരാളെ BJPക്ക് ഇന്ത്യൻ ജനതയ്ക്ക് സങ്കല്പിക്കാൻ ആവാത്തത്. നരേന്ദ്രമോദിയിൽ സഹപ്രവർത്തകർ പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിതശൈലിയിലെ ലാളിത്യം, കഠിനാധ്വാനം, ദൃഢനിശ്ചയം, അങ്ങനെ പോകുന്നു അവ. രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ചിലർ അങ്ങനെ ചില ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഇനി. കഠിന പരിശ്രമത്തിലൂടെ ജീവിതാനുഭവങ്ങളുടെ തീച്ചൂള താണ്ടിയാണ് നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി ഉയർന്നു വന്നത്. 1950 സെപ്റ്റംബർ 17 നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജനനം. ദാമോദർ ദാസ് മൂൽചന്ദ് മോദിയുടെയും ഹീരാബെൻ മോദിയുടെയും 6 മക്കളിൽ മൂന്നാമൻ. 1987 ഗുജറാത്ത് BJPയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത നരേന്ദ്രമോദി 90 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തന്റെ സാന്നിധ്യം അറിയിച്ചു. 2001 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേശുഭായ് പട്ടേലിൽ നിന്നും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത നരേന്ദ്രമോദി 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി. 75ാം വയസ്സിൽ പ്രധാനമന്ത്രി പദത്തിൽ 11 വർഷം പൂർത്തിയാക്കി മുന്നോട്ടു പോകുമ്പോൾ പ്രായം അദ്ദേഹത്തെ സംബന്ധിച്ച് വെറും ഒരു സംഖ്യ മാത്രമാണ്. ജീവിതത്തിലുടനീളം സ്വയം പാലിക്കുന്ന അച്ചടക്കവും കൃത്യനിർവഹണ ബോധവും ദൃഢനിശ്ചയവും അണുവിട മാറാത്ത
ലളിത ജീവിത ഭക്ഷണ ശൈലികളുമൊക്കെ എതിരാളികൾ പോലും അംഗീകരിക്കും. എങ്ങനെയാണ് ഗുജറാത്തിൽ നിന്നുള്ള നരേന്ദ്ര ദാമോദർ ദാസ് എന്ന സാധാരണ പ്രവർത്തകൻ ഇത്രയേറെ ആരാധകരുള്ള സ്വാധീനം ചെലുത്തുന്ന നേതാവായത്? സുഹൃത്തുക്കൾ പറയുന്ന ചില കഥകൾ അത് വ്യക്തമാക്കും. ഗുജറാത്തിൽ നിന്നുള്ള RSS പ്രവർത്തകൻ ദിലീപ് ഭായ് ത്രിവേദിക്ക് പറയാനുള്ളത് മോദിയുടെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. 1980കളുടെ അവസാന കാലം അഹമ്മദാബാദിൽ ഒരു പ്രത്യേക ബൈഠക് നടക്കുന്നു. രാവിലെ നരേന്ദ്രമോദിയുടെ പിതാവ് അന്തരിച്ചു. സ്വാഭാവികമായും അദ്ദേഹം ബൈഠക്കിൽ പങ്കെടുക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉച്ചയോടെ അദ്ദേഹം എത്തി. രാവിലെ അത്യാവശ്യമായ കർമ്മങ്ങൾ പൂർത്തിയാക്കിയെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹോദരങ്ങളെ ഏൽപ്പിച്ച് ബൈഠക്കിൽ പങ്കെടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് കരുതി അദ്ദേഹം അവിടെ എത്തി. ത്രിവേദി പറയുന്നു. तो ये इससे एक बहुत बड़ी एक प्रेरणा भी उस टाइम से हमको मिली कि घर के ऐसे वडील और अपने पिताजी जैसे भी की देहांत के समय भी कार्य के लिए कटिबद्धता और उनका जो कमिटमेंट कार्य के प्रति रहा, उसको लेके ही वो वहाँ आ सके. तो ये एक बहुत सभी कार्यकर्ताओं के लिए एक प्रेरणादायी उदाहरण है नरेंद्र भाई का. നരേന്ദ്രമോദിയെ പ്രചാരക കാലം മുതൽ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ മോദിയുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും ലളിത ജീവിതത്തെക്കുറിച്ചുമാണ് പട്ടികജാതി ദേശീയ കമ്മീഷൻ അധ്യക്ഷനായ കിഷോർ മഖ്വാനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതശൈലി എപ്പോഴും ഇങ്ങനെയാണ്: കഠിനാധ്വാനം, ആഡംബരമില്ലാത്ത ജീവിതം. ധോൽക്കയിൽ RSS ചുമതലയിലുള്ളപ്പോൾ അവിടുത്തെ ഓഫീസ് വളരെ ചെറുതായിരുന്നു. സ്ഥലപരിമിതി കാരണം ഓഫീസിന്റെ തകര മേൽക്കൂരയോട് ചേർന്ന് അദ്ദേഹം ഉറങ്ങാൻ തുടങ്ങി. ഉണരുമ്പോൾ ടിൻ ഷീറ്റുകളുടെ പാറ്റേൺ അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു ഡിസൈൻ തീർക്കുമായിരുന്നു. മഖ്വാന പറയുന്നു. प्रधानमंत्री आज भी वो प्रधानमंत्री है, पूरे राष्ट्र के सर्वोच्च स्थान पर है, मगर आज भी उनका जो जीवन है वो एकदम सादा सरल और एक प्रकार से कहे कि एक सन्यासी जैसा आज भी उनका जीवन है. ആന്ധ്രാപ്രദേശ് BJPയുടെ മുൻ അധ്യക്ഷൻ സോംവീർ രാജു പറയുന്നത് വിശ്രമമില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെപ്പറ്റിയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രചാരണ സമിതി ചെയർമാനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആന്ധ്രാപ്രദേശിന് സമയം നൽകി. അതേ ദിവസം അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ 5 പൊതുറാലികളെയാണ് അഭിസംബോധന ചെയ്തത്. അന്ന് തന്നെ തിരുപ്പതി ബാലാജി ക്ഷേത്രം സന്ദർശിച്ചു. കുറേയേറെ മീറ്റിംഗുകൾ നടത്തി. കടുത്ത പനിയായിരുന്നു. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ പ്രവർത്തനം. അങ്ങനെ എത്രയെത്രയോ അനുഭവങ്ങൾ. Sir is suffering for fever, with fever. How it possible? This is his regular habit. Tomorrow morning he is going in same way. Even next day also coming late. That day files he cleared. That is his regular habit. The development of Modi model of Gujarat, people minds, they are accepting as a Pradhan Mantri, PM of India. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിലെ അത്ര അറിയപ്പെടാത്ത കഥ കേന്ദ്രമന്ത്രി CR പാട്ടീൽ ഓർമ്മിക്കുന്നു. 90കളുടെ അവസാനമാണ്. BJP ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കെ നരേന്ദ്രമോദി സൂറത്തിൽ ഒരു പ്രവർത്തകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി. വിവാഹം കഴിഞ്ഞ് ഒരു അടിയന്തര മീറ്റിംഗിൽ പങ്കെടുക്കാൻ പെട്ടെന്ന് അഹമ്മദാബാദിലേക്ക് പോകണം. പെട്ടെന്നുള്ള പദ്ധതിയായതിനാൽ ട്രെയിൻ റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. റിസർവേഷൻ ഒന്നുമില്ലാതെ അന്ന് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന മോദി രാത്രി മുഴുവൻ തിരക്കേറിയ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് യാത്ര ചെയ്തു. तो ये नरेंद्र मोदी जो कच्छ एक्सप्रेस में सेकंड क्लास में विदाउट रिजर्वेशन जो प्रवास उन्होंने किया था, वही आज पूरे देश में बुलेट ट्रेन का लोगों का सपना पूरा कर रहे हैं. और आने वाले दिनों में हमारे देश में जो बुलेट ट्रेन दौड़ेगी वो नरेंद्र मोदी साहब के कारण दौड़ेगी. നരേന്ദ്രമോദി ഗുജറാത്തിൽ പ്രചാരകനായിരുന്ന കാലത്തെ ഹൃദയസ്പർശിയായ ഓർമ്മകൾ മുതിർന്ന RSS കാര്യകർത്താവ് മഹേഷ് ദീക്ഷിത് പറയുന്നു. ഒരു രാത്രി നരേന്ദ്രമോദി വൈകി അവരുടെ വീട്ടിലെത്തി. നീണ്ട യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയ മോദി പക്ഷേ വീട്ടുകാരെ ഉണർത്തിയില്ല. രാവിലെ ദീക്ഷിത് ഉണർന്നപ്പോൾ തണുപ്പിൽ പുറത്തെ കട്ടിലിൽ മോദി ഉറങ്ങുന്നത് കണ്ടു. എന്താണ് വിളിക്കാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അർദ്ധരാത്രിയിലാണ് താൻ വന്നത്, തന്റെ സഹോദരിയെ അതായത് ദീക്ഷിതിന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് നിർബന്ധമുണ്ടെന്നായിരുന്നു മറുപടി. प्रातःकाल तो मैं सुबह में जल्दी उठता था और सूर्य नारायण को अर्घ्य देने के लिए बाहर आया तो मैंने देखा कि मेरे
पार्ट में सोया हुआ है। सूर्य को अर्घ्य देने के बाद जब मैं गया देखा പോലീസുകാരന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ പണം ചോദിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ ഡിവൈഎസ്പി. പോലീസ് ഉപദ്രവത്തിന് തെളിവില്ലെന്ന വാദം ഉന്നയിച്ചാണ് ഡിവൈഎസ്പിയുടെ നടപടി. കിട്ടാനുള്ള മുഴുവൻ തുകയും CPO അനന്തകൃഷ്ണനിൽ നിന്ന് നൽകി 4000 രൂപ മാത്രം നൽകുമെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിലെ ആദ്യ നിർബന്ധിത നിബന്ധന. പോലീസ് മർദ്ദന പരാതി ഒഴിവാക്കാനാണ് മുഴുവൻ തുകയും വാങ്ങി നൽകിയതെന്നാണ് സൂചന. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശരണ്യ, ഇതിപ്പോൾ പോലീസിനെതിരെയുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്, സംശയമില്ല ഇക്കാര്യത്തിൽ. പക്ഷേ ഇവിടെ ചില ഇടനില കളികളും ചില ഒത്തുതീർപ്പ് ചർച്ചകളും ഒക്കെ നടന്നു എന്നുള്ളതല്ലേ? കൃത്യമായി നടപടിയെടുക്കുന്നതിന് പകരമാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നു. രഞ്ജിത്ത്, ആ ചെറുപ്പക്കാരൻ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി, വൈക്കം ഡിവൈഎസ്പി വിജയന് നൽകിയ പരാതി നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വളരെ കൃത്യമായി അയാൾ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, പരമപ്രധാനമായി അയാൾ പറയുന്നത്, താങ്കളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തനിക്ക് ഇത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനം, അതായത് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതിന്റെ പേരിൽ ക്രൂരമായൊരു മർദ്ദനം പോലീസ് ഓഫീസേഴ്സിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ASI ജോർജിന്റെ നേതൃത്വത്തിൽ 4 അംഗ സംഘം തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ പരാതിയിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ പരാതിയുമായി വൈക്കം ഡിവൈഎസ്പി വിജയനെ സമീപിച്ചു. അദ്ദേഹത്തോട് ഈ പരാതിയുടെ സ്റ്റാറ്റസ് എന്താണ്, അദ്ദേഹം കാരണം പരാതി രേഖപ്പെടുത്തിയതിനുള്ള അക്നോളജ്മെന്റ് റെസിപ്റ്റ് അടക്കം മുകേഷിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ജൂലൈ 22-നാണ് ഈ പരാതി മുകേഷ് നൽകുകയും ചെയ്തിട്ടുള്ളത് ഡിവൈഎസ്പിക്ക്. അതിനുശേഷം ഈ കേസിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡിവൈഎസ്പി പറഞ്ഞ കാര്യങ്ങൾ വളരെ വിചിത്രമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടതും കൗതുകരമായി നമുക്ക് തോന്നിയത്, മുകേഷിനെ കണ്ടാൽ, മുകേഷിന്റെ വസ്ത്രധാരണ രീതി കണ്ടാൽ ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് എന്ന് തോന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ആളുകൾ തിരിച്ചറിയാതെ പോകും എന്നാണ്, തിരിച്ചറിയാതെ പോവുകയും ഒരുപക്ഷെ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. അത് ഏറ്റവും വിചിത്രമായാണ് തോന്നിയത്. കാരണം ഈ കേസിനകത്ത് ആദ്യഘട്ടത്തിൽ മുകേഷിന് 32,000 രൂപ ഇവർ നൽകാനുണ്ടായിരുന്നു, അനന്തകൃഷ്ണൻ നൽകാനുണ്ടായിരുന്നു. CPO ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം ഉൾപ്പെടെ ഉണ്ട്. CPO പറഞ്ഞതിന് പിന്നാലെയാണ് വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരികയും അവിടേക്ക് ചെല്ലുകയും അവിടെ വെച്ച് ഈ ചെറുപ്പക്കാരൻ തന്നെ അസഭ്യം വിളിച്ചത് ചോദ്യം ചെയ്യുകയും തനിക്ക് കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് തന്റെ പരാതിയും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതേ തുടർന്ന് അവരുടെ ഒരു ഈഗോ ഹർട്ട് ചെയ്ത് തന്നെയാണ് അവിടെ അന്ന് ആ ഒരു മർദ്ദനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ ചെറുപ്പക്കാരൻ, ഈ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പ്രാഥമികമായി ഒരു പരാതി പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശുപത്രിയിൽ വൂണ്ട് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്റിമേഷൻ പോകും. ആ ജൂലൈയിൽ ഈ ഒരു സംഭവം ഇടികൊണ്ട അന്ന് തന്നെ ഈ യുവാവ് ആശുപത്രിയിലേക്ക്, തൊട്ടടുത്തുള്ള വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് ഒറ്റയ്ക്കാണ് പോയത്. അവിടെ ചെന്ന് ചികിത്സ തേടിയിട്ടുണ്ട്. ECGയിൽ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്. പോലീസുകാരാണ് തന്നെ മർദ്ദിച്ചത്, 4ഓളം പോലീസുകാർ ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നുള്ള വിവരം ആ യുവാവ് ആശുപത്രി രേഖകളിൽ പറയുകയും അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആശുപത്രിയിൽ നിന്നും ആ ഇന്റിമേഷൻ പോലീസ് എയ്ഡ് പോസ്റ്റിലേക്കും അത് സ്റ്റേഷനിലേക്കും പോകേണ്ടതാണ്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ന്യൂസ് 18 വാർത്താ സംഘം വൈക്കം ഡിവൈഎസ്പിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ സെപ്റ്റംബർ 9-ന്, അതായത് ജൂലൈ 22-ന് പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 9-ന് നമ്മൾ അവിടെ എത്തുന്ന ദിവസം വരെയും ഇത്തരത്തിൽ മർദ്ദനമേറ്റതിന്റെ ഏറ്റവും പ്രാഥമികമായി ശേഖരിക്കേണ്ട ആശുപത്രിയിൽ നിന്നുള്ള രേഖകൾ പോലും പോലീസിന് കൈവശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിൽ വെച്ചാണ് വൈക്കം ഡിവൈഎസ്പി ആ ഫയൽ എടുപ്പിക്കുന്നതും ആ ഫയൽ പരിശോധിക്കുമ്പോൾ വൂണ്ട് സർട്ടിഫിക്കറ്റ് തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കോൺഫിഡൻസോടെ ഡിവൈഎസ്പി പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനോട് ആ ഫയൽ എടുക്കാൻ പറയുന്നു. ഫയൽ കൊണ്ടുവന്ന് നമ്മളുടെ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രാഥമികമായി മർദ്ദനമേറ്റിട്ടുണ്ടോ, ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന ഇന്റിമേഷൻ കിട്ടുന്ന ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലും പോലീസ് കളക്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. സെപ്റ്റംബർ 8-ന് നമ്മൾ അവിടെ ചെന്നു. സെപ്റ്റംബർ 9-നാണ് വൈക്കം ഡിവൈഎസ്പിയുടെ നിർദ്ദേശാനുസരണം വൈക്കത്തെ പോലീസുകാർ ആശുപത്രിയിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തേണ്ട രേഖയായ ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലും കളക്ട് ചെയ്യുന്നുള്ളതാണ്. ഇതിൽ നിന്ന് കൂട്ടി വായിക്കാൻ കഴിയുന്ന കൃത്യമാണ് ഈ കേസിൽ ഈ ഇടി കൊണ്ടു എന്നുള്ള വിഷയം പുറത്തേക്ക് വന്നതോടെ, പോലീസുകാരുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നതോടുകൂടി ഈ 4,000 രൂപയ്ക്ക് വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിർബന്ധപൂർവ്വം സെറ്റിൽ ചെയ്ത്, അതായത് 4,000 രൂപ തരും, വാങ്ങിക്കൊണ്ട് പോയി പെൻഡ്രൈവ്, വിവാഹ വീഡിയോയുടെ പെൻഡ്രൈവ് കൊടുത്തോണം എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിയ ഉദ്യോഗസ്ഥർ വൈക്കം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ പ്രതിസ്ഥാനത്തേക്ക് എത്തിയതോടുകൂടി
കിട്ടാനുള്ള മുഴുവൻ തുകയും CPOയിൽ നിന്ന് വാങ്ങി നൽകി എന്നുള്ളതാണ്. അതായത് ഈ പണം നൽകി ഇത് ഒതുക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ ഡിവൈഎസ്പിയോട് ചോദിക്കുന്നുണ്ട്, ഈ പരാതിയുമായി നമ്മൾ ഡിവൈഎസ്പിയെ സമീപിച്ചു. അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇത് കൃത്യമായി സർ ഇതിനകത്ത് മർദ്ദിക്കപ്പെട്ടു എന്നുള്ളതാണ് പരാതി. കാരണം CPO അല്ല മർദ്ദിച്ചിരിക്കുന്നത്, FIR ഇട്ടിട്ടില്ല, കേസിന്റെ ഒരു അന്വേഷണവും ആരംഭിച്ചില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കപ്പെട്ട ഒരു യുവാവാണ് മർദ്ദിക്കപ്പെട്ടു എന്നുള്ള ഗുരുതരമായ പരാതിയുമായി മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ പോലീസുകാർക്ക് ഇതിനകത്ത് എന്താണ് റോൾ എന്നുള്ളത് അന്വേഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. അതിനകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുന്നു. മുകേഷ് പറയുന്നതും അത് തന്നെയാണ്. ആദ്യം അസഭ്യം വിളിക്കുന്നത് CCTVയുടെ മുമ്പിൽ വെച്ചാണ്, പിന്നീട് PROയുടെ അടക്കമുള്ള റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചായിരുന്നു മർദ്ദനം എന്നുള്ളതാണ്. ആ രീതിയിൽ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൃശ്യം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അത്തരം പരിശോധനകൾ നടത്തിയെന്ന് പറയുന്ന ഡിവൈഎസ്പി എന്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്ന പോലീസ് മർദ്ദനം എന്നൊരു കേസിൽ ഈ ആശുപത്രി രേഖകൾ പോലും കളക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ബോധപൂർവം ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ശ്രമമാണ്. അതിൽ തന്നെ ജില്ലയിലെ വൈക്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്, ആ ചെറുപ്പക്കാരൻ്റെ വസ്ത്രധാരണ രീതിയും മറ്റും കണ്ടാൽ ഒരു സ്ഥാപനത്തിന്റെ ഓണറാണ് എന്ന് മർദ്ദനമേറ്റ യുവാവിനെ കണ്ടാൽ പറയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി നല്ല വസ്ത്രം ധരിച്ച് അയൺ ചെയ്ത ഡ്രസ്സ് ഇട്ട് നടക്കാനായി താൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വിചിത്ര വാദങ്ങൾ പറയുന്നു. CPOയുടെ ഈ 32,000 രൂപ വാങ്ങി നൽകിയത് കൊണ്ട് തന്നെ CPO, പരാതിക്കാരനായ CPOയും കുടുംബവും തന്നോട് പിണക്കം നടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം പോലീസ് മർദ്ദനത്തിന് തെളിവില്ല എന്നുള്ള വാദമാണ് ഡിവൈഎസ്പി അടക്കം ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. കൊല്ലം നിലമേൽ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസും ഉടൻ റദ്ദാക്കും. ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനും സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ ഇന്ന് വിശദ പരിശോധന നടത്താനും മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനമുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ വന്നിരുന്നു, പ്രിൻസിപ്പളും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ വന്നിരുന്നു. അപ്പം അവർക്കും ശരിക്കും പറഞ്ഞ ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ അവബോധമുള്ള ആൾക്കാരല്ല അവർ. തികച്ചും അങ്ങനെ ഒരു കൊമേഴ്ഷ്യലല്ലല്ലോ. പക്ഷേ വാഹനത്തിൻ്റെ കണ്ടീഷന് മോശം തന്നെയാണ്. വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഇന്നലത്തെ ഡേറ്റ് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡിങ്സ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കേൾക്കേണ്ടത്. ഡ്രൈവർ ഇപ്പോഴും മെഡിക്കൽ കോളേജിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അദ്ദേഹം നാളെ ഡിസ്ചാർജ് ആകത്തുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗമൊന്ന് കേൾക്കേണ്ടതുള്ളൂ. പക്ഷേ 72 വയസ്സുള്ള ഒരാളിനെ മുമ്പ് ഒരു കൊച്ചുകുട്ടികളെ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറായി തുടർന്നോ എന്നൊരു ആശങ്കയുണ്ട്. അദ്ദേഹത്തെ തൽക്കാലം മാറ്റി നിർത്താനായിട്ട് സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗമൊന്ന് കേൾക്കണം. അദ്ദേഹം KSRTC റിട്ടയർ ചെയ്ത ഒരാളാണ്. 1952 അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം വളരെ കാലം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നാലും സ്വാഭാവികമായിട്ടും പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തെ വരും ദിവസം നിന്ന് കേൾക്കും. ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് തന്നെ ചെയ്യും. തൽക്കാലം സ്കൂളിൽ നിന്ന് മാറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. വിനേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനീഷ്, ഇതിപ്പോൾ നിലമേലിലെ അപകടം അത് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു പിഴവ് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കുന്നു, ഫിറ്റ്നസ് റദ്ദാക്കുന്നു. കൂടുതൽ നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഒപ്പം പരിശോധനയും ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? കൂടുതലായി തീർച്ചയായും നിലമേൽ സ്കൂൾ ബസ് അപകടം കൂടുതൽ നടപടിയിലേക്ക് ഒരുങ്ങുകയാണ് വാഹന വകുപ്പ്. ബസിന്റെ ഫിറ്റ്നസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയതായിട്ടാണ് നമുക്കിപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനും സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി എൻഫോഴ്സ്മെന്റ് RTO ദിലു വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഡ്രൈവർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അയാളുടെ ഭാഗം കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഉറപ്പായി നീങ്ങും എന്നുള്ള ഒരു അറിയിപ്പാണ് RTO അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 72 വയസ്സ് പ്രായമുള്ള ആളായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്. ഈ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം ഡ്രൈവർമാർ ചെയ്യേണ്ടുന്ന ചില ഡിഫൻസീവ് ഡ്രൈവിംഗ് മെത്തേഡുകളുണ്ട്. ഇതെല്ലാം തന്നെ വാഹന വകുപ്പ് പരിശീലനം നൽകുന്നതുമാണ്. ഇത്രയും പ്രായമുള്ള ഒരാളെ ഈ ഡ്രൈവറായിട്ട് നിയമിച്ചതിനെ കുറിച്ചും അന്വേഷിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO പറയുന്നുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ ബസ്സാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. ഡ്രൈവറും കുട്ടികളും അടക്കം 24 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ഇവരുടെ പരിക്കുകളൊന്നും തന്നെ ഗുരുതരമല്ലെങ്കിൽ പോലും എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യമായിരുന്നു. വാഹനത്തിന്റെ മോശം അവസ്ഥയാണ് അപകട കാരണമെന്ന് അന്ന് തന്നെ വാഹന വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ജില്ലയിലെ സ്കൂളിലെ മുഴുവൻ ബസ്സുകളിലേക്കും വലിയ രീതിയിലുള്ള ഒരു പരിശോധന വ്യാപിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക്, ഒരു നിർദ്ദേശത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട് RTO. രഞ്ജിത്ത്. വിനേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പതിവ് ശൈലി വിട്ട്
ഉള്ള വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം കോൺഗ്രസുകാർ സമൂഹമാധ്യമങ്ങളിൽ ആഘോഷമാക്കുമ്പോൾ ഇത് വെറും ഫോട്ടോഷൂട്ടും റീലെടുപ്പുമാണെന്ന വിമർശനമാണ് ഇടത് BJP കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. പത്മശ്രീ ചെറുവയൽ രാമന്റെ തോളിൽ കൈയിട്ട് പ്രിയങ്ക നടന്നത് ലാളിത്യത്തിന്റെ അടയാളമായി കോൺഗ്രസുകാർ പങ്കുവെക്കുമ്പോൾ ചെറുരാമന് പത്മശ്രീ കൊടുത്തത് നരേന്ദ്രമോദിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് BJP. വയനാട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മഹത്യയും NM വിജയന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷത്തിന്റെ വിമർശനം. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം ഇത്തവണ വേറിട്ട ശൈലിയിലാണ്. മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെ നേരിൽ കണ്ടും കേട്ടും അറിഞ്ഞുമാണ് പ്രിയങ്ക മണ്ഡലത്തിൽ സജീവമാകുന്നത്. പത്മശ്രീ ചെറുവയൽ രാമന്റെ തോളിൽ കൈയിട്ട് പ്രിയങ്ക സംസാരിക്കുന്നതും നടക്കുന്നതും അമ്പും വില്ലും ഉപയോഗിക്കുന്നതുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. വിശാലമായ നെൽവയൽ കണ്ട് നടന്നും നാടൻപാട്ട് കേട്ടും പത്മശ്രീ ചെറുവയൽ രാമന്റെ വീട്ടിൽ പ്രിയങ്ക ഗാന്ധി 2.5 മണിക്കൂറോളമാണ് ചെലവഴിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും പേജുകളിൽ പ്രിയങ്കയുടെ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റവും സാധാരണക്കാരിൽ ഒരാളായുള്ള ശൈലിയുമൊക്കെ വാഴ്ത്തിയും വർണ്ണിച്ചുമുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറയുമ്പോൾ മറുവശത്ത് BJP CPM പേജുകളിൽ വിമർശനമാണ് ഉയരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പത്മ പുരസ്കാരങ്ങൾ വീതംവെപ്പായിരുന്നുവെന്നും ചെറുവയൽ രാമനെ കണ്ടെത്തി ആദരിച്ചത് നരേന്ദ്രമോദി സർക്കാർ ആയിരുന്നുവെന്നുമാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സമാന ആശയമുള്ള പോസ്റ്റുകൾ BJP അനുഭാവികളുടെ പേജുകളിലും നിറയുന്നുണ്ട്. DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് വയനാട്ടിലെ ആത്മഹത്യ ചെയ്ത കോൺഗ്രസുകാരെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. സാധാരണ മനുഷ്യരോട് കൂട്ടുകൂടാൻ അറിയാമെന്ന് മാലോകരെ ബോധ്യപ്പെടുത്താനായിരുന്നു ആ ഫോട്ടോഷൂട്ടെങ്കിൽ അത് കേരളം വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ MN വിജയന്റെയും മകൻ ജിജേഷിന്റെയും PB ജോൺ, രാജേന്ദ്രൻ, ജോസ് നെല്ലിടം തുടങ്ങിയവരുടെ മരണങ്ങളും പരാമർശിക്കുന്നു. ഇവരെല്ലാം കോൺഗ്രസ് പാർട്ടിയാൽ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്തതിനാൽ സാമ്പത്തിക ബാധ്യത മൂലവും മാനഹാനി കൊണ്ടും ആത്മഹത്യ ചെയ്തവരാണെന്നും MN വിജയന്റെ കുടുംബം ആത്മഹത്യയുടെ വക്കീലായിട്ടും പ്രിയങ്ക ഇടപെടാനോ സഹായിക്കാനോ തയ്യാറാകാത്തതാണ് അവിശ്വാസം ഉണ്ടാക്കുന്നതെന്നും വസീഫ് വിമർശിക്കുന്നു. ചിത്രമല്ല, പ്രവൃത്തിയാണ് വയനാട്ടിലെ മനുഷ്യർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാണ് വസീഫ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി തന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളും സന്ദർശനങ്ങളും നടത്തുന്നതെന്ന വിമർശനം ഉയരുമ്പോൾ മണ്ഡലത്തിൽ ഒരാളായി ജനങ്ങളെ അറിഞ്ഞ് മുന്നോട്ടു പോവുകയാണ് പ്രിയങ്കയെന്നും അത് CPM-നും BJP-ക്കും കഴിയാത്തതാണെന്നുമാണ് കോൺഗ്രസുകാരുടെ മറുപടി. ന്യൂസ് 18 വയനാട്. 9 വാർത്ത പൂർത്തിയാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. ശ്രീജ ചേരും.